രഞ്ജനും ഞാനും കൂടെ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ വരുമ്പോൾ രഞ്ജന് ഈ നമ്മുടെ അരൂര് കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത സ്റ്റോപ്പിൽ പള്ളുരുത്തിയിൽ എങ്ങാണ്ടാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ട്രാൻസ്പോർട്ട് ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അരൂര് കഴിഞ്ഞിട്ടുള്ള പോയി കഴിഞ്ഞാൽ പിന്നെ ചാലക്കുടി വരെയുള്ള ടിക്കറ്റ് എടുക്കണം. ഓരോ പോയിന്റ് ആണല്ലോ. ഇവന് തൊട്ടടുത്ത സ്റ്റോപ്പ് ആണ് താനും ചാലക്കുടി വരെയുള്ള ടിക്കറ്റ് എടുക്കണം. ചാലക്കുടി നിന്നാണ് അടുത്ത പോയിന്റ് മാറുന്നത്. അപ്പോൾ പരമാവധി അരൂര് ടിക്കറ്റ് എടുക്കും. 30 രൂപയ്ക്കൊക്കെ കുറവുണ്ടാവും. എന്നിട്ട് ഉറങ്ങിയ പോലെ കിടന്നിട്ട് ഇവിടെ എത്താറാകുമ്പോൾ എണീറ്റ് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോപ്പിൽ ഇറങ്ങും. ഇതാണ് രഞ്ജന് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചെയ്തത്. അപ്പം രഞ്ജനെ നിങ്ങൾക്ക് അറിയാലോ, രഞ്ജന്റെ ശബ്ദം എന്തായി കുറേ ആളെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ശബ്ദമാണ് രഞ്ജനുള്ളത്. അപ്പോൾ രഞ്ജനെ സംബന്ധിച്ച് ഈ ശബ്ദമായതുകൊണ്ട് തന്നെ ഒരേ ബസ്സിൽ ഒരേ ട്രാൻസ്പോർട്ടിൽ അറിയാണ്ട് കയറിപ്പോയി 1 മാസം വ്യത്യാസത്തിൽ. അപ്പോൾ ഈ കണ്ടക്ടർ നോട്ട് ഇട്ട് വെച്ചേക്കോ ഈ പുള്ളിയുടെ അടവ് അറിയാനായിട്ട്. അങ്ങനെ അരൂര് കഴിഞ്ഞു. രഞ്ജൻ ഉറങ്ങിയ പോലെ പോയി കണ്ടക്ടർ വന്ന് എണീപ്പിച്ചു. ഹലോ നിന്റെ ടിക്കറ്റ് ഒന്ന് കാണിച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ അരൂര് വരേ ഉള്ളൂ. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോകുന്നത് 90 രൂപ തരണമെന്ന് പറഞ്ഞ് കണ്ടക്ടർ വഴക്കുണ്ടാക്കി ഇവൻ്റെ നിന്ന് പൈസ മേടിച്ച് ഇവൻ ബസ്സുകാരിൽ മുഴുവൻ ആകെ നാണക്കെട്ട് ആകെ പ്രശ്നമായി. അപ്പം ഞാൻ രഞ്ജനും കൂടെ ബസ്സിൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയും വഴക്ക് നടക്കുന്ന സമയത്ത് മുഴുവൻ എനിക്കറിയാത്ത പോലെ ഇരിക്കും കേട്ടോ. രഞ്ജൻ ഈ ചീത്ത മുഴുവൻ കേട്ടിട്ട് പള്ളുരുത്തിയിലെത്തിയപ്പോൾ ഇറങ്ങാറായപ്പം രഞ്ജൻ എന്നോട് ചോദിക്കും. ഞാനപ്പോൾ ബസ്സിനകത്തിരിക്കുകയാണ്. അതെ രാത്രി ആണ്ട് ബസ്സിൻ്റെ സൗണ്ട് ആയതുകൊണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇയാളെ ചീത്ത വിളിക്കും. ബസ്സിനകത്ത് നിന്ന് എനിക്ക് വിളിക്കാൻ പറ്റൂല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇയാളെ ചീത്ത വിളിക്കും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ ശബ്ദം കൊണ്ട് ചീത്ത വിളിച്ച് ഇയാൾ കേൾക്കൂല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വായനക്കും പിഷാരടി വണ്ടിക്കകത്തിരുന്ന് ഡബ് ചെയ്യണോ. എന്നെ കണ്ടക്ടർ പിടിച്ചിടിക്കൂല്ലോ വണ്ടിക്കകത്തുനിന്ന്. അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാനിന്ന് തെറി പറയണ്ടേ. അത് പറഞ്ഞ ആളാണ് രഞ്ജൻ. ആ രഞ്ജന്റെ ശിഷ്യനാണ് ഈ വന്നിരിക്കുന്നത്. എന്താ ഇത് വന്നു വന്ന് എന്ത് തോന്നിയ സ്വാഗാവുന്നു? നിങ്ങളൊക്കെ സമൂഹം അറിയപ്പെടുന്ന ആൾക്കാരല്ലേ അല്ലെന്ന്? അതെ അല്ല, പക്ഷെ എന്നെ ഇവര് വിളിച്ചോണ്ട് വന്നാ. അതുകൊണ്ട് സമൂഹം അറിയത്തില്ലേ? അല്ല സാറേ, ഇവര് വിളിച്ചാലും അവരവരുടെ കാര്യം അവരോ നോക്കണ്ടല്ലേ. ഞാൻ എല്ലാവരും അനുസരണ ഉൾപ്പെടെ ടെസ്റ്റ് നടത്തി സംസാരിക്കുന്നു. വേണ്ട, പെർമിറ്റ് എടുത്തിട്ടുണ്ടോ? എല്ലാം ഉണ്ട് സാറേ. എല്ലാം എവിടെ ഷോ എവിടെ എടുത്ത് സാർ? അല്ല, അത് നമ്മുടെ ഓഫീസിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ സാധനം ഓഫീസിൽ വെച്ചേക്കാണ്. കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. അവരെ നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ടെമ്പറേച്ചർ നോക്കട്ടെ, നോക്കട്ടെ, നീട്ടണം. ഓരോരുത്തരും നീട്ട്. എല്ലാം ഓക്കെ ആണല്ലോ, നോക്കട്ടെ. എല്ലാവരുടെ നോക്കും. അതിനകത്ത് യാതൊരു അപ്പീലും ഇല്ല. എല്ലാ ക്യാമറമാരും എല്ലാവരും ഇവിടെ വരണം. ഞാൻ വളരെ സ്ട്രിക്റ്റ് ഓഫീസറാണ്. അതിന് സാറേ 96.5. കുഴപ്പമില്ല. നിങ്ങൾക്ക് മണം കിട്ടുന്നുണ്ടോ? എനിക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് വെക്കുന്ന സ്ത്രീകളുടെ തലയിലുള്ള മുല്ലപ്പൂവിന്റെ മണം വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പണി കളഞ്ഞിട്ട് ഡോഗ് സ്കോഡിൽ പോകുന്നതായിരിക്കും നല്ലത്. സാറേ എനിക്ക് ഒരു കുഴപ്പമില്ല സാറേ. വിശാരുടെ നെഗറ്റീവാണ്. അതാ ഞാൻ പറഞ്ഞ എനിക്കൊരു കുഴപ്പമില്ല. അതല്ല, ചിന്തകൾ മൊത്തം നെഗറ്റീവാണ്. അതാ ഒരു സമൂഹ വ്യാപനം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്ട്രിക്റ്റ് ഓഫീസറാണ് ഞാൻ. ഒരു പാൻഡമിക് ഡിസീസാണ്. നിങ്ങൾ അതിൻ്റെ സീരിയസ് ആയിട്ട് കാണണം. നിങ്ങൾ അതിനെയൊക്കെ ഞാനിവിടെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു ചെയർ കൊണ്ടുവരും പ്ലീസ്. ഇത് അവിടെ കൊണ്ടുവിടും, അവിടെ കൊണ്ടുവിടും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഷൂട്ട് തീരുന്നിടം വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഷാരടി ഫ്രെയിമിലിരുന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ കാണും. ഇനി തുടങ്ങിക്കോ. പ്രോഗ്രാമിന്റെ വൈൻഡപ്പ് ആണ്.